നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ട കേരളത്തിൻ്റെ വലിയ വിങ്ങൽ, ബഹുമുഖ പ്രതിഭ ശ്രീനിവാസൻ എന്ന നടൻ്റെ വിടവാങ്ങൽ, അദ്ദേഹം കേരളത്തിന് സംഭാവന ചെയ്തു പോയ സംഭവങ്ങൾ, അതൊക്കെ ഒരിക്കലും പറഞ്ഞു തീരാത്ത ബന്ധങ്ങളാണ്. അത് ബാലേട്ടനെ കുറിച്ച് പറയുമ്പോൾ ശ്രീനിവാസനുമായുള്ള അടുപ്പം, അദ്ദേഹത്തിൻ്റെ ഈ വിടവാങ്ങൽ, ഇതൊക്കെ ഒട്ടേറെ ഓർമ്മകൾ നൽകുമെന്നുറപ്പാണ്. എങ്ങനെ വരും? ഈ പ്രിയപ്പെട്ട ശ്രീനിവാസൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ ഞാൻ ആദ്യം തന്നെ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അദ്ദേഹത്തെ ശ്രീനിയേട്ടൻ എന്നാണ് മലയാള സിനിമയിൽ അധികം പേരും വിളിച്ചിരുന്നത്. ശ്രീനിവാസൻ സാർ എന്ന് വിളിക്കുന്നവരെയും നമ്മൾ കണ്ടിട്ടുണ്ട്, പ്രിയപ്പെട്ട ശ്രീനി എന്ന് വിളിക്കുന്നവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സാധാരണക്കാരൻ്റെ വിഷയങ്ങൾ ഏറ്റവും പ്രധാനമായി കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സ്ക്രിപ്റ്റും എല്ലാ തിരക്കഥകളും നമ്മൾ കണ്ടിട്ടുള്ളത്. തൊഴിലില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൻ്റെ കഥകൾ പറഞ്ഞ എത്രയോ സിനിമകൾ, കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ മലീമസമാക്കുന്ന നിരവധി മുദ്രാവാക്യങ്ങളുടെ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പൊള്ളത്തരങ്ങളെ വിളിച്ചു പറയുന്ന സന്ദേശം പോലുള്ള സിനിമകൾ, അങ്ങനെ ഓരോ കാലഘട്ടത്തിലും അദ്ദേഹം എടുത്ത സിനിമകളെല്ലാം അത്തരം പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു. ശ്രീനിവാസൻ്റെ വിയോഗം കേരളത്തിലെ എല്ലാ അർത്ഥത്തിലും നഷ്ടം തന്നെയാണ്. എന്നെ സംബന്ധിച്ചിട്ട് വ്യക്തിപരമായിട്ട് അദ്ദേഹവുമായിട്ട് അങ്ങനെ ദീർഘകാലത്തെ ഒരു ആത്മബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പരിചയപ്പെട്ട കാലം തൊട്ട് വളരെ ചുരുങ്ങിയ കാലം വലിയ ഒരു സ്നേഹബന്ധം പരസ്പരം സൂക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. 2019 നമ്മൾ ഈ മലബാറിൽ തുടർച്ചയായി കൊലപാതകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ എന്തെങ്കിലും ചെയ്യണമെന്നൊരാഗ്രഹത്തോടു കൂടി നമ്മൾ ഇനി വേണ്ട കണ്ണീർ പുഴകൾ എന്ന ഒരു ടൈറ്റിലോട് കൂടിയിട്ട് 24 മണിക്കൂർ റേഡിയോ പ്രക്ഷേപണം നടത്തിയത്. അന്ന് ആ റേഡിയോ പ്രക്ഷേപണത്തിന് നമുക്ക് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സൊക്കെ കിട്ടിയതാണ്. ആ 24 മണിക്കൂർ റേഡിയോ പ്രക്ഷേപണം ഉദ്ഘാടനം ചെയ്യാൻ അന്ന് നമ്മുടെ ഇതേ സ്റ്റുഡിയോയിലേക്ക് വന്നത് പ്രിയപ്പെട്ട ശ്രീനിവാസനായിരുന്നു. അന്ന് ശ്രീനിവാസനെ നമ്മൾ ക്ഷണിക്കാൻ വേണ്ടി പോകുന്നത് പവിയേട്ടൻ്റെ മധുരച്ചൂരൽ എന്ന് പറയുന്ന അദ്ദേഹം അവസാനമായിട്ട് തിരക്കഥ എഴുതിയ ഒരു ചിത്രം, നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകൃഷ്ണേട്ടൻ സംവിധാനം ചെയ്ത ഒരു ചിത്രത്തിൻ്റെ സെറ്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത് കൃഷ്ണേട്ടനോടൊപ്പം. അപ്പോൾ അന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യം ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. കൊലപാതകം നിർത്തലാണോ ആഗ്രഹം, അല്ല ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടലാണോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ ശ്രീനിവാസനല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. ആ ഉദ്ഘാടനത്തിന് അദ്ദേഹം വന്നു. അന്ന് നമ്മൾ വിലപിടിപ്പുള്ള കുറച്ച് സമ്മാനങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് പോയപ്പോൾ ആ സമ്മാനം പോലും സ്വീകരിക്കാതെ വളരെ സൗജന്യമായി അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, അതിലൊന്ന് എൻ്റെ കയ്യിലേക്കാണ് തിരിച്ചു തന്നല്ലേ, ആ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് പൂർത്തിയാക്കിയിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് തിരിച്ചു പോയത്. അപ്പം ഞാൻ പറയുന്നത്, സിനിമയിൽ പ്രതിഫലം പറ്റുന്ന ഒരു നടൻ, പക്ഷേ പൊതുകാര്യ പ്രസക്തമായ വിഷയങ്ങളിൽ 1 രൂപ പോലും പ്രതിഫലം പറ്റാത്തൊരു മനുഷ്യനായിട്ട് ഈ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കാൻ ഒരാൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രീനിവാസന് മാത്രമാണ്. ആ അർത്ഥത്തിൽ ശ്രീനിവാസനെ കേരളം നെഞ്ചോട് ചേർക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതുപോലെ തന്നെ ശ്രീനിവാസൻ്റെ ഓർമ്മ ഇപ്പോൾ സാധാരണ ഒരു സിനിമാ നടന് കിട്ടുന്നതിൻ്റെ എത്രയോ ഇരട്ടി വൈകാരികമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് പ്രിയപ്പെട്ട ശ്രീനിവാസൻ ഇന്നലെ വിട പറഞ്ഞു പോയത്. അത് ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ട ഒരാളെങ്കിലും കരയാതിരിക്കാൻ സാധ്യതയില്ല. അത്രമേൽ വൈകാരികമായി ഒരു എല്ലാവരുടെയും മനസ്സിൽ വലിയ വിഷമം, വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഈ സംസ്കാര ചടങ്ങ് കേരളം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ആ ചടങ്ങിനിടയിലും ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതെ, അത് സത്യത്തിൽ ഈ നമ്മുടെ കണ്ണിൻ്റെ പ്രശ്നമാണ്. നമ്മളെല്ലാ സ്ഥലങ്ങളിലും വിവാദങ്ങളിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന ഒരു സമൂഹമാണെന്നൊരു ദുഷ്പേര് പൊതുവെ നമുക്കെല്ലാവർക്കും ഉണ്ട്. അത് തന്നെയാണ് ഇന്നലെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ്റെ ശവസംസ്കാര ചടങ്ങിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ കണ്ടത്. അതിലൊന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകൻ, മലയാളിയുടെ പ്രിയപ്പെട്ട ധ്യാൻ ശ്രീനിവാസൻ. ധ്യാൻ്റെ പ്രിയപ്പെട്ട അമ്മയും അതുപോലെ തന്നെ മറ്റു ചില ബന്ധുമിത്രാദികളൊക്കെ ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എനിക്ക് തോന്നുന്നു ടൗൺ ഹാളാണെന്ന് തോന്നുന്നുണ്ട് വേദി. ടൗൺ ഹാളിലേക്ക് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കടന്നു വരികയാണ്. പിണറായി വിജയൻ കടന്നു വരുമ്പോൾ
ശ്രീനിവാസൻ്റെ മകൻ ശ്രീ ധ്യാൻ എഴുന്നേറ്റ് നിന്നില്ല എന്നുള്ളതാണ് ഒരു കൂട്ടം ആളുകൾ സൈബർ ഇടങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിന് ഉപോത്ബലകമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ധ്യാൻ എഴുന്നേൽക്കണമായിരുന്നോ, എഴുന്നേൽക്കേണ്ടത് എന്നൊക്കെയുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ വ്യക്തിപരമായി എനിക്ക് ചിലപ്പം തോന്നുന്നത്, ഇത്രയും പ്രായമുള്ള കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി അവിടെ വന്ന് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ മാനസികമായി എഴുന്നേൽക്കാനുള്ള കരുത്തുണ്ടായിരുന്നുവെങ്കിൽ ധ്യാൻ എഴുന്നേൽക്കണമായിരുന്നു എന്നൊരു ചിന്തയാണ് എന്നെ സംബന്ധിച്ചിട്ട് സ്വാഭാവികമായിട്ടുണ്ടാവേണ്ടത്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അവിടെ മരിച്ചു കിടക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട പിതാവാണ്. ആ പിതാവിൻ്റെ വേദന നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ചിലപ്പോൾ നമുക്ക് പ്രോട്ടോക്കോളുകളെക്കുറിച്ച് ഓർമ്മയുണ്ടാവില്ല, ചിലപ്പോൾ പാലിക്കേണ്ട സാമാന്യ മര്യാദകളെക്കുറിച്ചിട്ട് നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അതൊക്കെ നമ്മുടെ ഒരു പൊതുബോധത്തിൽ നിന്ന് വരുന്ന കാര്യമാണല്ലോ. ആ സമയത്ത് അങ്ങനെ ഒരു ബോധത്തിലേക്കോ ധ്യാൻ ശ്രീനിവാസൻ ഉണർന്നിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തെ ധ്യാനിനെ പോയി ഇങ്ങനെ തൊടുന്നു. ധ്യാൻ എഴുന്നേൽക്കുന്നില്ല, പക്ഷെ അമ്മ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ എഴുന്നേൽക്കണ്ട എന്ന് പറയുന്നു. മറ്റൊരു ലേഡി അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവരോടും ഇരിക്കാൻ വേണ്ടി പറയുന്നു. സ്വാഭാവികമായും ആ അന്തരീക്ഷം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ സൈബർ കമ്മികൾ എന്ന് പറയുന്ന ഈ വെട്ടുകിളികൾ, അവരെയാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. അവർ പൊടുന്നനവേ മുഖ്യമന്ത്രിയെ കണ്ടാൽ ധ്യാൻ എഴുന്നേൽക്കേണ്ടതല്ലേ എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനൊരു പ്രതികരണം വന്നു. ആരാണ് മുഖ്യമന്ത്രി? ആ മുഖ്യമന്ത്രിയേക്കാൾ എത്രയോ കാലം, ജീവിതകാലം മുഴുവൻ സ്നേഹം കൊണ്ട് മൂടിയ, കൈകൾ വളരുന്നോ കാലുകൾ വളരുന്നോ എന്ന് നോക്കി ഇത്രയും കാലം പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട പിതാവ് അദ്ദേഹത്തിൻ്റെ അന്ത്യചുംബനം ഏറ്റുവാങ്ങി കടന്നു പോകാൻ നിൽക്കുന്ന സമയത്ത് ഒരാൾ മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്നതിനെക്കുറിച്ചിട്ട് ആലോചിക്കുമോ? ആലോചിക്കില്ല. പക്ഷേ അത് വിവരമില്ലാതെ സ്വന്തം പാർട്ടിയെ വീണ്ടും പടുകുഴിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് CPMൻ്റെ ഒരു കൂട്ടം സൈബർ വെട്ടുകളികൾ നടത്തുന്ന ഒരു ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിനാണ് ഇന്നലെ നടന്നത്. ഈ ക്യാമ്പയിനെ മറികടക്കാൻ വീണ്ടും ഇതേ സൈബർ ഇടത്തിൽ ഇതേ സഖാക്കൾ മറ്റൊരു കാരണം കണ്ടെത്തി. സാരമില്ല, പക്ഷേ ശ്രീനിവാസന് വേണ്ടി CPMകാർ അന്ത്യോപചാരം അർപ്പിക്കുന്നത് പോലെ ഇങ്ങനെ കൈപൊക്കി മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചു. അതായത് എന്താണ്, അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ ഈ എഴുത്തിൻ്റെ ഒരു സമരകാലം അവസാനിച്ച് ഇതാ വിപ്ലവ സൂര്യൻ യാത്രയാകുന്നു എന്ന അർത്ഥത്തിൽ ഒരു വിപ്ലവ അഭിവാദ്യമാണ് ധ്യാൻ നടത്തിയത്. അതുകൊണ്ട് അപ്പുറം നടന്ന ഒരു കാര്യം മൈനസ് ഈ കാര്യം ഇറ്റ്സ് ഓക്കെ, ഇനി നമ്മൾ ധ്യാനെ ഉപദ്രവിക്കേണ്ട എന്ന അർത്ഥത്തിലും ചില CPM സഖാക്കൾ ഇന്നലെ പ്രതികരണം നടത്തുന്നത് കണ്ടു. അതുപോലെ തന്നെ ശ്രീ VD സതീശൻ അന്ന് അദ്ദേഹത്തിൻ്റെ അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു വാർത്താ സമ്മേളനമുണ്ടായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ തൊട്ട് മുൻപത്തെ ദിവസം ശ്രീനിവാസനെ അറിയാതെ അദ്ദേഹത്തിൻ്റെ ഒരു മാധ്യമ സമ്മേളനത്തിൽ ഓർമ്മിപ്പിച്ചതിനെയും ഇതേ വിഭാഗം ആളുകൾ ആക്രമിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ അവരോടൊക്കെ നമുക്ക് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് പറയുന്നത്, സന്ദർഭങ്ങൾക്കനുസരിച്ച് ഒരാളുടെ മനോനില അത് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം ധ്യാൻ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വികാര പ്രക്ഷോഭമാണ് സത്യത്തിൽ ധ്യാനിൻ്റെ കാര്യത്തിലായാലും ശ്രീനിവാസൻ്റെ കാര്യത്തിലൊക്കെ വിനീതിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടത്. ഒരു പ്രായപൂർത്തിയായ 2 മക്കൾ ആ ഭൗതിക ശരീരം വന്ന് അവസാനം അഗ്നിനാളങ്ങൾ അത് ഏറ്റുവാങ്ങുന്ന നിമിഷം വരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം വളരെ അപൂർവമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അങ്ങനെ അത്രയും സമയമൊന്നും കരയുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടിട്ടേയില്ല. അപ്പോൾ അത്രമേൽ പ്രിയപ്പെട്ട ഒരു പിതാവിനെ കുറിച്ചിട്ടുള്ള ഓർമ്മ പദങ്ങളിൽ ഒരു മകൻ ആ അവസാന നിമിഷങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ എഴുന്നേറ്റില്ല എന്നൊക്കെ പറയുന്നത് വളരെ ബാലിശമായിട്ടുള്ള, വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ചില പ്രതിപ്രവർത്തനങ്ങൾ മാത്രമാണ്. ഏതായാലും മരണമില്ലാത്ത ഒരു ഒരു ലോകത്തേക്കാണ് പ്രിയപ്പെട്ട ശ്രീനിവാസൻ കടന്നു പോയിട്ടുള്ളത്. അദ്ദേഹം ഈ മലയാണ്മയുടെ തിരുമുറ്റത്ത് കത്തിച്ചു വെച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള കഥാപാത്രങ്ങൾ വലിയ ശോഭയോടുകൂടി ഇനിയും നിറഞ്ഞു നിൽക്കും. അദ്ദേഹം എഴുതി തീർത്തിട്ടുള്ള തിരക്കഥകൾ, ആ തിരക്കഥകളിലൂടെ പുനർജനി തേടിയ നിരവധിയായിട്ടുള്ള കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളെല്ലാം ഈ മലയാണ്മയിൽ നിറഞ്ഞു നിൽക്കും. അദ്ദേഹം കുഞ്ചൻ നമ്പ്യാരെപ്പോലെ അതിനുശേഷം VKN പോലെയൊക്കെയുള്ള ആളുകൾക്ക് സമാനമായി സിനിമാ ലോകത്ത് ഉയർത്തിവിട്ടിട്ടുള്ള ആക്ഷേപഹാസ്യങ്ങൾ, ആ ആക്ഷേപഹാസ്യങ്ങളെല്ലാം വലിയ ശരങ്ങളായി കൊള്ളേണ്ട സ്ഥലങ്ങളിലൊക്കെ കൊണ്ടിട്ടുണ്ട്. ആ ശരശയ്യയിൽ
പല ആളുകൾക്കും പല പ്രത്യയശാസ്ത്രങ്ങൾക്കും പല രാഷ്ട്രീയ പാർട്ടികൾക്കും പല വ്യക്തികൾക്കും പലപ്പോഴായിട്ട് കിടക്കേണ്ടി വന്നിട്ടുണ്ട് വേദനയോടെ. അതുകൊണ്ട് ഒരു കാലഘട്ടത്തിൻ്റെ തിരുത്തലായിരുന്നു ശ്രീനിവാസൻ, ഒരു കാലഘട്ടത്തിൻ്റെ വിപ്ലവമായിരുന്നു ശ്രീനിവാസൻ, ഒരു കാലഘട്ടത്തിൻ്റെ ഹൃദയമായിരുന്നു ശ്രീനിവാസൻ.